നമുക്കിന്ന് അമൃത്സരി പനീർ ബുർജി ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 to 3 ടേബിൾ സ്പൂൺ കേർഡ് എടുക്കുക. പിന്നെ അതിനകത്തോട്ടേക്ക് കുറച്ച് ചില്ലി പൗഡർ, ഹൽദി, ചിക്കൻ മസാല, കൊറിയാണ്ടർ പൗഡർ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ ഞാനിവിടെ 2 മീഡിയം സൈസ് ഓണിയനും 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ഇങ്ങനെ ഫൈനലി ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പനീർ ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ടും വാങ്ങിക്കാം. അല്ലേ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ പോലെ 2 ലിറ്റർ പാലിലോട്ട് അത് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 2 to 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പിരിപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് ഒരു പാനിലേക്ക് ലേശ എണ്ണയും 1 ക്യൂബ് ബട്ടർ, ഈ ക്യൂബ് ബട്ടറൊക്കെ നല്ലോണം മെൽട്ടായി വരുമ്പോൾ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ കടലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ടേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒരു ലംസും വരാൻ പാടില്ല. പിന്നെ ഈ ഒരു മിക്സ്ചറിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയനും പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ജിഞ്ചർ ഗാർലിക് ചില്ലിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടേക്കും നമ്മൾ നേരത്തെ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റി അത് അടച്ച് വെച്ച് അതൊരു സോഫ്റ്റ് ടൊമാറ്റോ ഒക്കെ സോഫ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ദെൻ ഈ ഒരു മിക്സ്ചറിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കേർഡും സ്പൈസസിൻ്റെ ആ മിക്സ്ചറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ഇതിനകത്തോട്ട് ഓയിൽ സെപ്പറേറ്റ് ആവുന്ന വരെ അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പിരിപ്പിച്ച് വെച്ച പനീർ ഇങ്ങനെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് അതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കുക. ഇനിയുള്ള ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാനിവിടെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. ലാസ്റ്റിൽ കസ്തൂരി മേത്തിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സോ ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ബൈ.